ഡോണ്ട് ഡു എം ഫാർമസി ഫ്രം കേരള. യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഒട്ടുമിക്ക സ്റ്റുഡൻസും ഈ ഒരു കാര്യം മനസ്സിലാക്കുക അവർ ചിലപ്പോൾ കോഴ്സ് കഴിയാറാവുമ്പോൾ ആയിരിക്കും. അവരുടെ ഒരു എൻഡ് ഗോള്, എൻഡ് ഒബ്ജക്റ്റീവ് ഇൻഡസ്ട്രി ജോബാണെങ്കിൽ അവർക്ക് തോന്നും ഞാൻ ചെയ്തത് ഒരു മിസ്റ്റേക്കായി പോയി എന്നുള്ളത്. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. റീസെൻ്റ്ലി ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ ബി ഫാമും എം ഫാമും ഒക്കെ പഠിച്ചൊരു കുട്ടിയായിട്ട് സംസാരിക്കാൻ ഇടയായി. ആ ഒരു കുട്ടി പഠിച്ച കോളേജ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കോളേജാണ്. NIRF ലിസ്റ്റഡ് ആണ്. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ഉണ്ട്. ഗ്രേറ്റ് ലബോറട്ടറീസ് ആർ ദർ. കേൾക്കുമ്പോൾ അടിപൊളിയില്ല. എന്താ സംഭവിച്ചെന്ന് അറിയോ? പ്ലേസ്മെൻറ്റിൻ്റെ സമയമായപ്പം കോറായിട്ടുള്ള ഒറ്റൊരു ഫാർമ കമ്പനീസും അവിടെ വിസിറ്റ് ചെയ്തില്ല. നോൺ ടെക്നിക്കലായിട്ട് 1-2 കമ്പനീസ് വന്ന്, അതും വെരി ലെസ് പാക്കേജ്. ഈ കോർ ഫീൽഡ് പഠിച്ച ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഒക്കെ പഠിച്ച സ്റ്റുഡൻസിന് റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ഫാർമ കമ്പനീസ് പോയിട്ട് R&Dയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അവർക്കൊന്നും ഒരു ഓപ്ഷൻസും കിട്ടിയില്ല, ഒരു പ്ലേസ്മെൻറ്റും കിട്ടിയില്ല. അവരൊക്കെ പിന്നെ ഓഫ് ക്യാമ്പസ് വഴി കോൾഡ് ഇമെയിലിങ്, എല്ലാവരും റീച്ച് ഔട്ട് ചെയ്യുക, ഇമെയിൽ ചെയ്യുക, ലിങ്ക്ഡിനിൽ റീച്ച് ഔട്ട് ചെയ്യുക, സീനിയേഴ്സിന് റീച്ച് ഔട്ട് ചെയ്യുക, ഇങ്ങനൊരു അവസ്ഥയിലോട്ടായി. ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല. നിങ്ങൾ കേരളത്തെ അക്രോസ് ആയിട്ട് ഫാർമസി ഗ്രാജുവേറ്റ്സ്, അതായത് M.Pharm ഗ്രാജുവേറ്റ്സ് ഫ്രം ഗവൺമെൻറ് ഓർ പ്രൈവറ്റ്, സെയിം കഥയായിരിക്കും എല്ലാവർക്കും പറയാനുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ഫാർമസി കോളേജസിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുമ്പം റിസർച്ച് ചെയ്യുക, അത് പബ്ലിഷ് ചെയ്യുക, PhDയിലോട്ട് പറഞ്ഞയക്കുക എന്നുള്ളൊരു സ്ട്രക്ചറാണ്. ഇത് നല്ലതാണ്. ആർക്ക് ടീച്ചിങ് ഇഷ്ടമുള്ള, അക്കാഡമിക്സിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. പക്ഷേ ഒരു കുട്ടിക്ക് ഇൻഡസ്ട്രിയിലോട്ട് പോകണം, റെഗുലേറ്ററി അഫയേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് റിലേറ്റഡ് വർക്ക് ചെയ്യണം, ഫോർമുലേഷൻ R&D വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സെറ്റപ്പ് അല്ല. കാരണം ഇൻഡസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്നതും ഈ കോളേജസിൽ പഠിപ്പിക്കുന്നതും തമ്മിൽ നല്ലൊരു മാറ്റമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ഓണസ്റ്റ് അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, എവിടെ പോയി ചേരുകയാണെങ്കിൽ അവിടുത്തെ സീനിയേഴ്സായിട്ടൊന്ന് വിളിച്ച് സംസാരിക്കുക. എത്ര പേര് പ്ലേസ്ഡ് ആയി, ഏതൊക്കെ റോളാണ്, ഏതൊക്കെ കമ്പനിയാണ്. ചിലപ്പോൾ അവർ തരുന്ന ബ്രോഷറും കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊരു ഫുൾ ഐഡിയ കിട്ടൂല. അതൊക്കെ ചിലപ്പോൾ ഗ്ലോസി ബ്രോഷറായിരിക്കും, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. റാങ്കിങ്സ്, ബ്രോഷേഴ്സ്, അതിലൊന്നും വലിയ കാര്യമില്ല. റിയൽ പിക്ചർ എന്താണെന്ന് വിളിച്ച് സംസാരിക്കുക. അവരുടെ പാസ്റ്റ് പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ ഒന്ന് നോക്കുക. നിങ്ങളുടെ എൻഡ് ഗോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി പോലത്തെ സ്ഥലത്തൊക്കെ പോയി പഠിക്കുക. അവിടെ നല്ല നല്ല കോളേജസ് ഒക്കെ ഉണ്ട്, അവിടെ പോയി പഠിക്കുക. കാരണം അവിടെ ഒരുപാട് ഫാർമ ഇൻഡസ്ട്രീസ് ഉണ്ട്. എന്നാലേ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. കോളേജസിന് ആ കമ്പനീസിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കേരളത്തിൽ നിന്ന് ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫാർമസി സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇൻഡസ്ട്രി ഇപ്പോൾ മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിലോട്ട് അലൈൻഡ് അല്ല. അപ്പോൾ ഞാൻ സമ്മപ്പ് ചെയ്യാൻ പോവാണ്. ഇനി M.Pharm ചെയ്യുമ്പം റിയൽ ഔട്ട്കംസ് വെച്ച് കോളേജസ് ചൂസ് ചെയ്യുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ M.Pharm ഒരു ഡിഗ്രി മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ പാടില്ല. അത് നിങ്ങളെ കരിയർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടർ ആവണം.